ചങ്ങായിമാരെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ RP ഹുസൈനില്ലേ, പരനാറി RP ഹുസൈൻ അൻസാരി ഉസ്താദിന് പിന്നാലെ കൂടിയിട്ടുണ്ട്. ഉസ്താദിനെ കുറിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കലാണ് ഈ പരനാറിന്റെ പരിപാടി. അതിനുവേണ്ടി കുറച്ച് ദിവസം മുന്നേ ഈ പരനാറി ഉണ്ടല്ലോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉസ്താദിന്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ട്. ഉസ്താദ് ഈ പരനാറിന്റെ ഫോൺ വിളിച്ചിട്ട് ഉസ്താദ് ഉണ്ടല്ല ആകെ തകർന്ന് തരിപ്പണയം പറ്റാന്ന് ഇവൻ വീഡിയോ ചെയ്തത്. പക്ഷെ ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അൻസാരി ഉസ്താദ് എന്നല്ല വിളിച്ചത്, ഇവൻ തന്നെ ഉണ്ടാക്കിയ ഇവന്റെ തന്നെ ഏതോ ഒരു ടീമാണ് ഉസ്താദ് എന്നുള്ള പേരിൽ വിളിച്ചത്. അതിനുശേഷം ഈ വേട്ടാവളി ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടല്ല അൻസാരി ഉസ്താദിനെ കുറിച്ച് പച്ചക്കള്ളം ഒരു ഒളുപ്പും നാണവും അല്ലാതെ ഈ വേട്ടാവളിയും പറഞ്ഞു. എന്തായാലും നമുക്കായും തന്നെ ഈ വേട്ടാവളിയും പറഞ്ഞ പച്ചക്കള്ളം കാക്ക അതിനുശേഷം ഉണ്ടല്ല ഇവന് കൊടുക്കേണ്ടത് വയറു നിറയെ കൊടുക്കുകയും ചെയ്യാം. അൻസാരി സുഹരി ഒരു ആട്ടിൻതോൽ അണിഞ്ഞ ഒരു സുഡാപ്പിയാണ്, ഒരു തീവ്രവാദി. ഓക്കെ, നോ ഡൗട്ട്. പുള്ളി ആളുകളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കസർത്തുമായിട്ട് നടക്കുന്നു. പിന്നെ അതാണ് ഒരു വശത്ത്. രണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുവഴി ആള് മുന്നോട്ട് വെക്കുന്ന എത്ര കുടിലമായ ആശയമാണെങ്കിലും അത് ഭാവിയിൽ മുസ്ലിങ്ങൾ എടുക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം പുള്ളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ നടക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. ഇപ്പൊ നാട്ടുകാർക്ക് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നാട്ടുകാർ ഇപ്പൊ ഇയാളെ അധികം കാര്യമായിട്ട് എടുക്കണമെന്നില്ല. അപ്പൊ നമ്മുടെ RP ഹുസൈൻ പറഞ്ഞു വരുന്നത് അൻസാരി ഉസ്താദ് ഉണ്ടല്ല വലിയൊരു തീവ്രവാദിയാണെന്നും ഉസ്താദിനെ കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഉപകാരം ഇല്ലാന്നാണ് ഈ വേട്ടാവളിയും പറഞ്ഞു വരുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രസവിച്ച ഉമ്മാക്ക് പോലും ഒരു ഗുണവും ചെയ്യാത്ത പരനാറി RP ഹുസൈനെ നിനക്കടൽ അൻസാരി ഉസ്താദിനെ കുറിച്ച് അറിയണമെങ്കിൽ അൻസാരി ഉസ്താദ് പ്രവർത്തിക്കുന്ന പള്ളിയിലെ ആ പള്ളിയുടെ പുറത്തു പോയി ഒന്ന് നിന്നാ മതി. അപ്പൊ നിനക്കടല അൻസാരി ഉസ്താദിന്റെ വില കൃത്യമായിട്ട് മനസ്സിലാകും. അവിടെ അൻസാരി ഉസ്താദിനെ കാണാൻ വരുന്നത് മുസ്ലിങ്ങളെക്കാളും ഒരുപാട് ഹിന്ദുക്കളാണ്. ഒരു സഹായം കിട്ടാതെ പകച്ചു നിൽക്കുന്ന പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല അവരാണ് അൻസാരി ഉസ്താദിന്റെ മുന്നിൽ സഹായത്തിന് വേണ്ടി ചെല്ലുന്നത്. അവർക്ക് സഹായത്തിന് ആരും ഇല്ലാതിരിക്കുമ്പോ അൻസാരി ഉസ്താദാണ് അവസാനത്തെ അത്താണെന്ന് വിചാരിച്ചാണ് ആ പാവ ഹിന്ദുക്കളുണ്ടല്ല അവിടെ ഉസ്താദിനൊക്കെ ചെല്ലുന്നത്. അവരെ അൻസാരി ഉസ്താദുണ്ടല്ല രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ഉസ്താദിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായമാണോ ആ സഹായം ഉണ്ടല്ല ആ പാവപ്പെട്ട ഹൈന്ദവർക്ക് ഉസ്താദ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അൻസാരി ഉസ്താദ് ചെയ്യുന്ന നന്മയുണ്ടല്ല തലയിലും മനസ്സിലും വിസർജ്യം കൊണ്ട് നടക്കുന്ന നിന്നെപ്പോലത്തെ ടീമിനുണ്ടല്ല അതൊരിക്കലും മനസ്സിലാകില്ല. അതുകൊണ്ട് നിനക്കും നിന്റെ സംഖ്യക്കും ക്രിസ്സംഖ്യക്കും ഉണ്ടല്ല അൻസാരി ഉസ്താദിനെ അത്ര ഇഷ്ടപ്പെടില്ല, ഉസ്താദിനെ കേൾക്കൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടാനും കഴിയില്ല. കാരണം മനുഷ്യന്മാർ ഇഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് ഈ ജന്മത്തിലുണ്ടല്ല നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾക്ക് ഈ ജന്മത്തിലാവൂല. പക്ഷെ വർഗീയവാദികളല്ലാത്ത നല്ലവരായ മനുഷ്യരുണ്ടല്ല ആ മനുഷ്യർക്ക് അൻസാരി ഉസ്താദിനെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടം. അങ്ങനെ മനുഷ്യന്മാർക്ക് അൻസാരി ഉസ്താദിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്നെപ്പോലത്തെ സംഖ്യക്കും ക്രിസ്സംഖ്യക്കും ഉണ്ടല്ല വല്ലാതെ അങ്ങ് കുരുപൊട്ടുന്നത്. അതിന്റെ ഭാഗ്യം നിന്നെപ്പോലത്തെ കുറെ പരനാറികളുണ്ടല്ല ഒളുപ്പും നാണവും അല്ലാതെ ഉസ്താദിന്റെ പിന്നാലെ കൂടിയിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുണ്ട്. പക്ഷെ നിന്നെപ്പോലത്തെ പരനാറികൾക്കുണ്ടല്ലോ RP ഹുസൈനെ അൻസാരി ഉസ്താദിനെ ഒരു മണ്ണും പുണ്ണാക്കെ ചെയ്യാനും പറ്റില്ല. അദ്ദേഹം ചെയ്യുന്ന നന്മയില്ലേ ആ നന്മയിൽ ഒരു കറ പോലും വരുത്താൻ വേണ്ടി നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കില്ല. നമ്മൾ RP ഹുസൈന്റെ കുരുവട്ടിൽ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഇവന്റെ കുരുവട്ടിലുണ്ടല്ല കുറച്ചും കൂടി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള കുരുവട്ടിലും കൂടി കേട്ടിട്ട് ബാക്കിയുള്ളതും കൂടി ഇവന് വയറു നിറയെ നമുക്ക് കൊടുക്കാം. പക്ഷെ പുള്ളി ഉണ്ടാക്കുന്ന ക്രെഡിബിലിറ്റി പുള്ളി സെല്ല് ചെയ്യുന്നത് അത് പുള്ളിയുടെ വളരെ തീവ്രമായ ആശയം. പുള്ളി പറഞ്ഞ ഒരു പ്രസംഗം നമുക്കിവിടെ കേൾക്കാം. നമ്മുടെ നാട്ടിൽ ഉന്മൂലന ശാസ്ത്രവുമായി അത് മുറുകെ പിടിച്ചുകൊണ്ട് വരുന്ന ഏത് വിഭാഗമാണെങ്കിലും, അത് RSSകാരാണെങ്കിലും അത് ക്രിസംഖികളാണെങ്കിലും ഇല്ലെങ്കിൽ മുസ്ലിമിന്റെ നാമം സ്വീകരിച്ചുകൊണ്ട് വരുന്ന നാസ്തികരായ മതനിരാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ തിരുത്താൻ മുസ്ലിമീങ്ങൾ സന്നദ്ധമാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഒരു ചെറിയ കാറ്റിൽ ഊതി പറപ്പിച്ച് വിടാൻ കഴിയുമായിരുന്നു എങ്കിൽ പറന്നു പോകേണ്ട കാലം കഴിഞ്ഞു. നിങ്ങളൊക്കെ ഇങ്ങനെ ചെറിയൊരു തൂവാല പോലെ പറന്നു പോകേണ്ട ഒരു മതം. അപ്പോ കേട്ടല്ലോ, ഇത് ഇയാൾ സംസാരിക്കുന്നത് സുഡാപ്പികളുടെ വേദിയിലാണ്. ഇനി ഈ ചിത്രം ഒന്ന് കണ്ടോളൂ. ഇത് നമ്മളുടെ അറ്റുപോകാത്ത ഓർമ്മകൾ, ജോസഫ് മാഷിന്റെ പുസ്തകം, TJ ജോസഫ് ആളുടെ പുസ്തകം മുഖത്ത് വെച്ചുകൊണ്ട് ആ വിഷയം എന്താണെന്ന് നമുക്ക് അറിയുന്ന ആൾക്ക് ഒരിക്കലും അതിന്റെ ആ പുസ്തകം കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ വിഷമം ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തിൽ പുള്ളി അത് മുഖം മറച്ചുകൊണ്ട് അട്ടഹസിച്ചിരിക്കുന്ന ചിത്രമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആളുടെ ഉള്ളിലിരിക്കുന്ന സാധനം ഇത് തന്നെയാണ്. ഒരു ആട്ടിൻതോലിട്ട ഒരു ജിഹാദി, ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്നല്ല, നല്ല അസൽ ജിഹാദി തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പൊ നിനക്ക് ജോസഫ് മാഷിന്റെ കൈ പോയതിൽ മാത്രമാണോ സങ്കടമുള്ളത് RP ഹുസൈനെ? ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ അനിൽകുമാർ എന്ന കൊടിഞ്ഞി ഫൈസലിനെ സംഘികൾ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പം നിനക്ക് വേദനിച്ചില്ലേ RP ഹുസൈനെ? അതുപോട്ടെ കാസർഗോഡ് മദ്രസ അധ്യാപകനായ ഒരു പാവത്താനായ റിയാസ് മൗലവിയെ സംഘികൾ പള്ളി കീറിട്ട് ക്രൂരമായി കൊലപ്പെടുത്തത് നീ അറിഞ്ഞില്ലേ RP ഹുസൈനെ? ഈ രണ്ടുപേരുടെയും ജീവനേക്കാൾ വിലയുണ്ടോ ജോസഫ് മാഷിന്റെ കൈക്ക് RP ഹുസൈനെ? അപ്പൊ കൈ പോയ ജോസഫ് മാഷിന് വേണ്ടി വേദനിക്കുന്ന നീ ഉണ്ടല്ല ഈ രണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ജീവൻ പോയപ്പം എവിടെയും വേദനിക്കുന്നത്
ചെയ്യുന്നത് മലയാളികൾ ആരും കണ്ടില്ലല്ലോ ആർ പി ഹുസൈനെ. അതുകൊണ്ട് അൻസാരി ഉസ്താദിനെ ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് വിളിക്കുന്ന നീണ്ടല്ല, നീയാണ് ശരിയായ ആട്ടിൻ തോലിട്ട ചെന്നായി. പിന്നെ ചെന്നായി എന്ന് പോലും വിളിക്കാൻ കഴിയില്ല. അതിലും വൃത്തികെട്ട ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ആ സാധനത്തിന്റെ പേരാണ് നിനക്ക് യോജിക്കുന്നത്. പിന്നെ അൻസാരി ഉസ്താദ് ആ വേദിയിൽ സംസാരിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? അദ്ദേഹം ഉണ്ടല്ലോ വർഗീയത പറഞ്ഞ എല്ലാവർക്കും എതിരായിട്ടാണ് അതിൽ സംസാരിച്ചിട്ടുള്ളത്. അതായത് വർഗീയത കാണിക്കുന്ന ആരായാലും അവരൊക്കെ തുരത്തണം തന്നെയാണ് അൻസാരി ഉസ്താദ് പറഞ്ഞത്. അല്ലാതെ നിന്നെ പോലെ സംഘികളെ സുഖിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ പരിപാടിയല്ല ഉസ്താദ് ചെയ്തത്. പിന്നെ നീണ്ടല്ല ഏതായാലും ഉസ്താദിന്റെ പിന്നാലെ കൂടിയിട്ടുള്ളത്, നീണ്ടല്ല ഉസ്താദ് ചെയ്യുന്ന വീഡിയോ എല്ലാം പോയി കാണാം. അതിന്റെ അകത്തുള്ള അൻസാരി ഉസ്താദ് സംഘികളെ വിമർശിക്കുന്നതിനെയും കാട്ടി കൂടുതലുണ്ടല്ല ഇസ്ലാം മതത്തിൽ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ല, ആ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംഘപരിവാരത്തിന് പൈസയും വാങ്ങിയിട്ട് നീണ്ടല്ല അൻസാരി ഉസ്താദിന്റെ പിന്നാലെ വന്നെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ടല്ല, അത് നടക്കൂല ആർ പി ഹുസൈനെ. പിന്നെ നീണ്ടല്ല അൻസാരി ഉസ്താദിന്റെ വീഡിയോ കാണുമ്പോഴല്ല അതിലൊക്കെയാണല്ലോ അൻസാരി ഉസ്താദ് ഒരുപാട് പാവപ്പെട്ട ഹൈന്ദവരെ സഹായിച്ചത് നിനക്ക് കാണാൻ പറ്റും. ആ വീഡിയോയുടെ ഒക്കെ കമന്റ് ബോക്സിലുണ്ടല്ല ഒരുപാട് ഹൈന്ദവരും ഒരുപാട് ക്രൈസ്തവരുണ്ടല്ല അവരൊക്കെ നല്ല നല്ല കമന്റുകൾ ഇട്ടത് നിനക്ക് കാണാൻ പറ്റും. ആ കമന്റുകളൊക്കെ ആ നന്മയുള്ള കമന്റുകളൊക്കെ കാണുമ്പോഴുണ്ടല്ല നിനക്ക് ബാധിച്ച രോഗമുണ്ടല്ല, പേരറിയാത്ത പകർച്ചവ്യാധിയായ ആ രോഗമുണ്ടല്ല ചിലപ്പോ മാറിയേക്കും ആർ പി ഹുസൈനെ. അങ്ങനെ നീ നന്നായി പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്ദർശിക്കുക നിന്റെ മാതാവിന്റെ ആത്മാവിനായിരിക്കും ആർ പി ഹുസൈനെ. അങ്ങനെയെങ്കിലും ആ മരണപ്പെട്ട മാതാവിനുണ്ടല്ല ആ മാതാവിന് വേണ്ടി നീ ഒരു നല്ല കാര്യം ചെയ് എന്റെ ആർ പി ഹുസൈനെ. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധത മാത്രം പറഞ്ഞിട്ട് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ലോകരാജ്യങ്ങൾ ചുറ്റി കറങ്ങി സുഖിക്കുന്ന നീണ്ടല്ല ഒരു പാവപ്പെട്ടതിന് വേണ്ടി ഒരു രൂപ പോലും എന്തിനും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാത്ത നീ തനിക്ക് കിട്ടുന്ന സമയത്തുണ്ടല്ല മതം നോക്കാതെ ജാതി നോക്കാതെ തന്റെ മുന്നിലെത്തുന്ന പാവപ്പെട്ടവരുണ്ടല്ല ആ പാവപ്പെട്ടവർക്ക് ഒന്നും നോക്കാതെ സഹായം ചെയ്യുന്ന അൻസാരി ഉസ്താദിന്റെ നാമമുണ്ടല്ല പേര് പോലും ഉച്ചരിക്കാൻ യോഗ്യനല്ല ആർ പി ഹുസൈനെ. അതുകൊണ്ട് നീണ്ടല്ല ഇനിയും അൻസാരി ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോ ചെയ്യുക. അതിനൊക്കെ ഉണ്ടല്ല ഞാനും എന്നെ പോലത്തെ നല്ലവരാ ഹൈന്ദവരുണ്ടല്ല അവരൊക്കെ കൃത്യമായിട്ടുണ്ടല്ല മറുപടി തന്നിരിക്കും ആർ പി ഹുസൈനെ. അപ്പൊ ആർ പി ഹുസൈൻ എന്ന വേട്ടാവളിയാ ഇന്നത്തെ മറുപടി ഉണ്ടല്ല നിന്റെ വയറ് നിറഞ്ഞിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.